ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതി നമ്മുടെ സ്വപ്ന പദ്ധതിയാണ്. അത് യാഥാർത്ഥ്യമായി അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ വിപുലമായ സൗകര്യങ്ങളുള്ള ഒരു തുറമുഖം എന്ന നിലയിൽ കണ്ടെയ്നർ നീക്കം അതിന്റെ എണ്ണം കൂടിക്കൂടി വരികയാണ്. അങ്ങനെയെങ്കിൽ ഈ കപ്പൽ ട്രാഫിക്കിൽ ഉണ്ടാകുന്ന എണ്ണത്തിന്റെ വർധനവ്, അതിന്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഇനി നമ്മൾ വരുത്തേണ്ടതുണ്ട്. ഇപ്പോൾ രണ്ടാഴ്ചത്തേക്കിൽ 2 അപകടമുണ്ടായ സാഹചര്യത്തിൽ നമ്മൾ ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? വിഴിഞ്ഞത്തിന്റെ പശ്ചാത്തലത്തിലുള്ള ചർച്ചകൾക്കായിരിക്കില്ലേ മാധു ഇനി അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ കനം വരിക? കപ്പൽ ചാലിൽ തിരക്കേറിയോ, അത് കേരളക്കരയെ എങ്ങനെ ബാധിക്കും തുടങ്ങിയ വിവരങ്ങൾ നമുക്ക് ഒന്ന് പരിശോധിച്ചു നോക്കാം. കേരളത്തിൽ കപ്പൽചാൽ അകലെയാക്കണം എന്ന ആവശ്യമാണ് ഈ അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ ഉയർന്നു വരുന്നത്. അതുതന്നെയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ഗൗരവതരമായി ചർച്ച ചെയ്യപ്പെടാനും പോകുന്നത്. കേന്ദ്രത്തോട് ഈ ആവശ്യം കേരളം മുന്നോട്ട് വെച്ചിരുന്നു. നിലവിൽ 26.9 നോട്ടിക്കൽ മൈൽ അകലെയാണ്, അതായത് 50 കിലോമീറ്ററോളം അകലെയാണ് കപ്പൽചാൽ ഉള്ളത്. 50 നോട്ടിക്കൽ മൈൽ, അതായത് 92.6 കിലോമീറ്റർ അകലെയാക്കണം എന്നുള്ളതാണ് കേരളത്തിന്റെ ആവശ്യം. അതിനൊപ്പം തന്നെ ഈ MSC കപ്പൽ അപകടമുണ്ടായത് അത് 38 നോട്ടിക്കൽ മൈൽ അകലെയായിരുന്നു. ഇപ്പോഴത്തെ അപകടം അല്പം കൂടി ദൂരെയാണ്. MSC കപ്പൽ അപകടമുണ്ടായപ്പോൾ തന്നെ 38 നോട്ടിക്കൽ മൈൽ അകലെ സംഭവിച്ച അപകടത്തിൽ കണ്ടെയ്നറുകൾ തീരത്തേക്ക് വളരെ വേഗത്തിൽ രാസവസ്തുക്കൾ അടങ്ങിയ കണ്ടെയ്നറുകൾ എത്തുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഈ ചൈനീസ് കപ്പൽ കത്തിയിരിക്കുന്നത് 88 നോട്ടിക്കൽ മൈൽ അകലെയാണ്. നേരത്തെ MSC കപ്പൽ അപകടത്തിൽപ്പെട്ടതിൽ നിന്ന് ഇരട്ടി ദൂരെയാണ് എന്ന് പറയാം. അതുകൊണ്ട് നമുക്ക് അത്ര വേഗത്തിൽ അതിന്റെ അപകടത്തിന്റെ ഒരു ഭീതി ആവശ്യമില്ല എന്നാണ് ഈ മേഖലയിൽ ഉള്ളവർ പറയുന്നത്. പക്ഷേ ഈ കപ്പൽചാൽ അകലേക്ക് മാറ്റുക എന്ന് പറയുന്ന നമ്മുടെ ആവശ്യം പ്രായോഗികമല്ല എന്നാണ് വിദഗ്ധർ പറയുന്നത്. ചെയ്യാൻ കഴിയുന്നത് തീരത്ത് കപ്പൽ അപകടങ്ങൾ ഉണ്ടായാലും നേരിടാനുള്ള തയ്യാറെടുപ്പും പ്രോട്ടോകോളും തയ്യാറാക്കുക എന്നുള്ളത് മാത്രമാണ് എന്ന് പറയുന്നു. പക്ഷെ അതിന് നമ്മൾ എത്രത്തോളം മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നത് ചർച്ച ചെയ്ത് തന്നെ തീരുമാനിക്കേണ്ടതാണ്. ഒരു പുതിയ അന്താരാഷ്ട്ര തുറമുഖം നമ്മുടെ അഭിമാനമായി വരുന്ന സമയത്ത് ഏത് അടിയന്തരാവസ്ഥയും ഏത് സാഹചര്യങ്ങളെയും കൃത്യമായി നേരിടാനുള്ള സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും ഉണ്ടാക്കുക എന്നുള്ളത് നമ്മുടെ പുതിയ ആവശ്യമായി മുന്നോട്ട് വെക്കപ്പെടേണ്ടതും വിപുലമായ ചർച്ചകൾ ഉണ്ടാകേണ്ടതുമാണ്.